പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധനായവനെ, ശക്തനായവനെ, സർവ കൃപകളും നമുക്ക് നൽകുന്നവനെ നമ്മൾ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഗാനത്തിന്റെ ഇരടികൾ നമ്മൾ ആവർത്തിച്ച് പാടിക്കൊണ്ട് സ്വയം ആരാധിക്കുന്നു, സ്വയം മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ അടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ ആരാധിച്ചുകൊണ്ട് ആരാധനെ, പരിശുദ്ധനെ, പരമോന്നത പൊന്നുകർത്താവേ, അലിവോടെ നിന്റെ തിരുമുൻപിൽ അണയുന്ന പ്രിയ മക്കളുടെ ജീവിതത്തിലേക്ക് സ്വയം നിന്റെ കൃപകൾ ഒഴുക്കണമേ, അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. അഭിഷേകത്തോടെ പാടട്ടെ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. സ്വയം നോക്കിക്കൊണ്ട് ശക്തിയോടെ ശക്തിയോടെ കൈകളടിച്ച് ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ. ഇരുകരങ്ങളും ഉയർത്തി സ്വയം വിളിച്ച് പ്രാർത്ഥിച്ചേ. ആരാധനെ പരിശുദ്ധനെ പരമോന്നത ഓ കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന നിന്റെ മക്കളുടെ മേൽ, ഈ ജനത്തിന്റെ മേൽ ദൈവമേ നിന്റെ കൃപകൾ ഒഴിക്കണമേ. ശക്തിയായി, അഭിഷേകമായി ദൈവമേ നീ കടന്നു വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. മറ്റാരും ചെയ്ത് ശ്രദ്ധിക്കണ്ട. ഈശോയേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇടപെടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ശക്തിയോടെ കരങ്ങൾ അടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട് യെശയ്യാ പ്രവചനം 40:29 തിരുവചനം. യെശയ്യാ 40:29. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളർന്നു വീഴുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. സ്വയേ ഈ വചനത്തിന്റെ അഭിഷേകത്താല് തളർന്നുപോയ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക്, തകർന്നുപോയ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ശക്തി നൽകണമേ, ബലം നൽകണമേ. പാടി പ്രാർത്ഥിച്ചേ. ആരാധ്യനേ പരിശുദ്ധനേ എല്ലാവരും പാടിക്കേ. ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണമേ. പാടിക്കേ. എല്ലാവരും അഭിഷേകം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ചേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, ഓ കർത്താവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അലിവോടെ എന്നെ നോക്കണം. പാടിക്കേ, പാടിക്കേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ ശക്തി, ആരാധിക്കുമ്പോൾ അഭിഷേകം. ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ ഈശോ എടുത്തു മാറുന്ന സമയം, ദുർബലന് ശക്തി നൽകുന്ന, അഭിഷേകം നൽകുന്ന സമയം,
തളർന്നവനെ ബലപ്പെടുത്തുന്ന സമയം. ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധനെ, പരമാനത, എന്റെ കർത്താവേ, ഞങ്ങളിതാ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. ആരാധനെ, ആരാധ്യനെ, പരിശുദ്ധനെ, പരമോന്നത. എല്ലാവരും ഇരുകരങ്ങളും ഉയർത്തി ശ്രദ്ധിച്ചേ, എന്ന് വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളർന്നവന് ബലം നൽകണമേ, ശക്തിപ്പെടുത്തണമേ. കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ എടുത്തു മാറ്റണമേ. ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവമേ ഇടപെടണമേ. കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സമർപ്പിച്ചതാ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ അവിശ്വസതയിലായിരിക്കുന്ന മേഖലകളെ സമർപ്പിക്കുന്നു. കുടുംബ ബന്ധം ഇനി മുന്നോട്ട് പോകില്ല. ഡൈവോഴ്സിന് വേണ്ടി ഇതാ കാത്തിരിക്കുന്നു. കർത്താവ് ഇടപെടണമേ. മക്കളുടെ മേല് ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന, കൃപ നിറഞ്ഞവനെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് കണ്ണുകൾ അടച്ച് ഓരോ മേഖലകളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലെ പ്രായമായ മാതാപിതാക്കള്, വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അലിവോടെ അവരുടെ ജീവിതത്തെ നോക്കണമേ. ആരോരും നോക്കാനില്ലാതെ സങ്കടപ്പെടുന്ന മാതാപിതാക്കള്, വലിയ അസ്വസ്ഥതയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ കുടുംബ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. യുവജനങ്ങളെ, മക്കളെ ഓർത്ത് ആകുലപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ഈ മേഖലകളെ സമർപ്പിച്ച് ശക്തിയോടെ ഈശോയെ ആരാധിച്ച് അലിവോടെ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ നോക്കണമേ. പഠിക്കേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ശക്തിയോടെ അഭിഷേകം കുടുംബ ബന്ധങ്ങളിൽ സൗഖ്യം. ആമേൻ, ആമേൻ. ആരാധിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ട് ആരാധിക്കുന്നതിനെ ആരാധിക്കുമ്പോൾ സൗഖ്യം. ആമേൻ, ആമേൻ. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം. കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ശക്തിയോടെ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് വിടുതൽ പ്രാപിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിശ്വ വിടുതൽ നൽകുന്ന സമയം. എല്ലാ ദുശീലങ്ങളെയും വിശ്വ എടുത്തു മാറുന്ന സമയം. മദ്യപാനത്തിന്റെ, ലഹരി വസ്തുക്കളുടെ, മൊബൈൽ ഫോണിന്റെ എല്ലാ ബന്ധനങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈശോയെ വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. ഈശോയെ വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ഇരുകരങ്ങളെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധ്യനായവനെ, പരിശുദ്ധനായവനെ, എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, പാപമാലിന്യങ്ങളിൽ നിന്ന്, എല്ലാ ദുശീലങ്ങളിൽ നിന്ന് യേശു നാമത്തിൽ വിടുതൽ നൽകണമേ. മൊബൈൽ ഫോണിന്റെ, സോഷ്യൽ മീഡിയയുടെ തെറ്റായ ഉപയോഗങ്ങളിൽ നിന്ന്, ഈ കാലഘട്ടത്തിലെ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് എന്റെ വ്യക്തി ജീവിതത്തെ ദൈവകൃപയിൽ നിന്ന് അകറ്റുന്ന എല്ലാ പാപശാപ ബന്ധനങ്ങളിൽ നിന്നും യേശു നാമത്തില് ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേക നാമത്തില് അലിവോടെ നോക്കുന്ന കർത്താവേ, കൃപയാൽ അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകണമേ, മോചനം നൽകണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇരുകരങ്ങളും യാചനാരൂപത്തിൽ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച്, ഇരുകരങ്ങൾ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുക. പ്രിയമുള്ളവരെ,
ക്ലാസിന്റെ നേരത്തെ അച്ഛൻ പറഞ്ഞൊരു കൊച്ചു കാര്യം, ഒരു ചെറിയ വിശ്വാസം. ഈ അൾത്താരയുടെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ തിരുവൾത്താരയിൽ ഒരു കൊച്ചു പേപ്പറിൽ സങ്കടങ്ങൾ, നിയോഗങ്ങൾ എഴുതി വെച്ചപ്പോൾ നാളുകൾക്ക് ശേഷം അത് നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരത് ക്ലീൻ ചെയ്തപ്പോൾ എടുത്തു മാറ്റി. പക്ഷേ ആ നിയോഗങ്ങളുടെ മേൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ടു. ദാനിയേൽ പ്രവചനം 14:38 ദാനിയേൽ പറഞ്ഞു, ദൈവമേ, സിംഹകുഴിയിൽ കിടക്കുന്ന ദാനിയേൽ പറഞ്ഞു, കർത്താവേ, ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങൊരിക്കലും ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മ മാതാവ് ഇന്ന് നമുക്ക് പറഞ്ഞു തന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ 7 കാര്യങ്ങൾ, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഈ തിരുവൾത്താരയിൽ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ മകനെ, മകളെ, നിന്റെ ജീവിതത്തിലില്ലേ ചില ആകുലതകള്, ചില ഉത്കണ്ഠകള്? ഇതെല്ലാം എങ്ങനെ സംഭവിക്കും ദൈവമേ, എനിക്കറിയില്ല. ചില കണ്ണുനീരിന്റെ വിഷയങ്ങള്. സ്വയേ പരിശുദ്ധ അമ്മയ്ക്ക് നീ കൊടുത്തൊരു മറുപടി ഉണ്ടല്ലോ കർത്താവേ. പിതാവായ ദൈവം ദൂതനിലൂടെ പറഞ്ഞു, ലൂക്കാ 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഇന്ന വിഷയത്തിന്റെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം ക്രമീകരിക്കപ്പെടും, ശക്തി പ്രാപിക്കും, ബലം പ്രാപിക്കും, പുതുജീവന്റെ അഭിഷേകം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവമേ, പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ, ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് നിയന്ത്രണം ഏറ്റെടുക്കണമേ. കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഇറങ്ങി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പാടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കുരിശാകൃതിയിൽ ഒന്ന് വെച്ച്, ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കുരിശാകൃതിയിൽ വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവദൂതൻ ഒരടയാളം കൊടുത്തു. കണ്ണുകളടച്ച്, ഇതാ ഈ അൾത്താരയിലുള്ള ഈശോ നിന്റെ കാതുകളിൽ ചില കാര്യങ്ങൾ ഈ സമയത്ത് പറയുന്നുണ്ട്. മകനെ, മകളെ, ഇന്ന കാര്യങ്ങൾ നീ ഒന്ന് ക്രമീകരിക്കണം. ചില അടയാളങ്ങള് കാണിച്ചു തരുന്നുണ്ട്. ഇന്ന മേഖലയെ നീ ഒന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്, വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന വിഷയത്തിൽ നീ അല്പം ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന ബന്ധത്തെ നിന്റെ ജീവിതത്തിൽ മാറ്റി നിർത്തണം. ഇതാ നിന്റെ കാതുകളിൽ ദൈവം ചില അടയാളങ്ങൾ കാണിച്ചു തരിക. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതിന് നീ ക്രമീകരിക്കേണ്ട മേഖലകളെ കാണിച്ചു തരിക. ചില ദുശീലങ്ങള്, ചില അടിമത്തങ്ങള്, ഇതേ മറ്റാരും കാണുന്നില്ല, അറിയുന്നില്ല എന്നോർത്ത് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്ന ചില പാപം മേഖലകളുണ്ട്. ഈശോ ഇതാ ഈ തിരുവൾത്താരയിൽ നിന്ന് കാണിച്ചു തരിക. ചില അടയാളങ്ങള്, ചില ഓർമ്മപ്പെടുത്തലുകള്, ചില വ്യക്തികളെ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതാ നീ വിശുദ്ധീകരിക്കേണ്ട മേഖല. പരിശുദ്ധാത്മാവേ, കൃപ നൽകി അതിനായി ഞങ്ങളെ ഒരുക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. വിശുദ്ധീകരിക്കണമേ. നീ കാണിച്ചു തരുന്ന അടയാളങ്ങളെ തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ശിരസ് മുതൽ ഉള്ളം കാൽ വരെ ശരീരത്തിന്റെ മേഖലകള്, എന്റെ മനസ്സിന്റെ മേഖലകളെ പരിശുദ്ധാത്മാവേ വിശുദ്ധീകരിക്കണമേ. പറന്നിറങ്ങണമേ പരിശുദ്ധ
ഇതാ ഈശോ നിനക്ക് കാണിച്ചു തരുന്നുണ്ട്. സങ്കീർത്തനം 37:24 അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. വീണ സമയങ്ങളിൽ ദൈവം നിന്നെ പിടിച്ചിട്ടുണ്ട്, കരം ചേർത്ത് പിടിച്ചിട്ടുണ്ട്, പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട്. ഈശോ നൽകുന്ന അടയാളങ്ങളാണത്. അടയാളം ലഭിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി ഫിയാദ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇതാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരുന്നു, നന്ദിയുടെ ഒരു ജീവിതമായിരുന്നു. ആ ജീവിതത്തിൽ ഈശോയെ ചേർത്ത് പിടിച്ചു. ഭവനത്തിൽ ഈശോ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു ഈശോ. പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈശോയോട് പറയണം. അവനോട് പറയാൻ പാകത്തിനൊരു അടുപ്പമുണ്ടാകണം. അവനോട് നീ പറഞ്ഞാൽ അവൻ പറയുന്നത് നീ കേൾക്കും. കേട്ടാൽ അത് നിന്റെ ജീവിതത്തിൽ അത്ഭുതമായിട്ട് മാറും. അവൻ പരിചാരകരോട് പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അത് നിറച്ചു, അത്ഭുതത്തിന്റെ പുതുവീഞ്ഞായിട്ട് മാറി. പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങള് അത് ജീവിതത്തിൽ ചേർത്ത് വെക്കുവാൻ, അത് ജീവിതത്തിന്റെ അനുഭവങ്ങളാക്കുവാൻ, അത് ജീവിതത്തിന്റെ പ്രാർത്ഥനകളാക്കുവാൻ പരിശുദ്ധാത്മാവേ, വെൺപ്രാവ് എന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ജീവിത മേഖലകളിലേക്ക്, കുടുംബത്തിലേക്ക്, ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് പരിശുദ്ധാത്മാവേ നീ പറന്നിറങ്ങണമേ. പാടി പ്രാർത്ഥിച്ചേ. വെൺപ്രാവെന്നതുപോ വെള്ളി ചിറകുകളാലേ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും പാടിക്കേ. ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് ഒരുമയോടെ സ്വീകരിക്കും. ആരാധനെ പരിശുദ്ധനെ പരമോന്നത ദൈവമേ, അലിവോടെ നിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ പ്രിയ മക്കളുടെ മേല് കരുണയോടെ നീ നോക്കണമേ. നിന്റെ ആശീർവാദം അനുഗ്രഹത്താൽ എല്ലാവരെയും നീ സംരക്ഷിക്കണമേ. പാടി പ്രാർത്ഥിക്കാം. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അലിവോടെ നീ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അലിവോടെ നീ നോക്കണമേ. ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത ദൈവമേ, അലിവോടെ നീ നോക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.